നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇതെന്താ നടക്കുന്നത്? ഒരു ചെന്താമരം ഇപ്പോഴിതാ വെഞ്ഞാറമൂട് ഒരു 23കാരൻ 5 പേരെ കൊന്നിരിക്കുന്നു. ഇങ്ങനെ കൊലപാതകങ്ങളുടെ തുടർച്ചയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പത്രങ്ങളിലൂടെ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ആ പത്രങ്ങളിലൂടെ അന്ന് ആ വാർത്ത വായിക്കും, അത് മനസ്സിലാക്കും, അത് കഴിയും, അതോടെ തീർന്നു. ഇത് ചാനലുകളുടെ അതിപ്രസരമാണ് നമ്മുടെ കേരളത്തിൽ. ചാനലുകള്, ബ്ലോഗർമാര്, ഇവരെല്ലാം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ള മത്സരമായി. ഇതുപോലെ എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെയാണ്. അതായത് വിട്ടുമാറാതെ ഈ പ്രോഗ്രാം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുപോലെ എന്ത് സംഭവിക്കും? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ഒരു എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ? നിരവധി തവണ വായിച്ച് നമ്മളത് മനഃപ്പാഠമാക്കും. അങ്ങനെ ഒരുപാട് തവണ വായിക്കുമ്പോൾ അത് മനഃപ്പാഠമായി കഴിയും. അതുപോലെ തന്നെ ഇതുപോലുള്ള വാർത്തകൾ ഒരുപാട് തവണ നമ്മൾ കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ അത് പതിയും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുട്ടികളുടെ മനസ്സിൽ, അവരുടെ മനസ്സിൽ ഇത് പതിഞ്ഞിട്ട് അവരിലും ഇതുപോലുള്ള പ്രേരണകൾ ഉണ്ടാകും. അതാണ് മെയിൻ കാരണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ചാനലുകൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം. ഇതിന്റെ പുറകെ ഇനി പോകരുത്. ഇത് സ്റ്റോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അധികാരികൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ബ്ലോഗർമാരും ഒക്കെ ഇത് നിരന്തരം ഇട്ട് അലക്കുന്നൊരു പരിപാടിയുണ്ട്. അത് മതിയാക്കിയിട്ട് ഈ MDMA-യും മയക്കുമരുന്നും ഇതെല്ലാം ഇതിനൊരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഈ ചാനലുകൾ ചെയ്യുന്നത്. ഇത് അപകടമാണ്. ദയവ് ചെയ്ത് ഇത് സ്റ്റോപ്പ് ചെയ്യണം. മലയാളികൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ.